അന്നേ ഞാൻ പറഞ്ഞത് വല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാന്ന് കേൾക്കത്തില്ല. നീ ഒന്ന് സമാധാനപ്പെട്, അവർ ചെയ്യുമല്ലേ. ഇല്ല നമ്മ കുറച്ചു പേരോട് വിളിച്ചാ ഇത് പോലെ. എന്ന് ശരിയാക്കാനാണ്? നാളെ കഴിഞ്ഞൊരു ഫംഗ്ഷൻ നടക്കുന്ന വീടാണിത്. ഈ വീടിന്റെ കോലം കണ്ടോ നീ? ഒരു ഭാഗം പോലും കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര പേര് വന്നാ തീരും? വരുന്നവരാണെങ്കിൽ കേമായിരിക്കും. വന്ന് താങ്ങി തൂങ്ങി വൈകുന്നേരം ആകുമ്പോ പൈസ വാങ്ങി വീട്ടിൽ പോകും. അല്ലെങ്കിൽ നിനക്ക് ആര് പറഞ്ഞാലും കേൾക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. നീ ഒന്നും മിണ്ടായി, ശരിയാക്കാൻ ഞാൻ. എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്? ഇന്നലെ കാണിച്ചത് മൊത്തം പൊടി പിടിച്ച്, ഇതിപ്പോ എങ്ങനെ? 5-6 വർഷം പൂട്ടിക്കിടന്ന വീടാണെന്ന് തോന്നുന്നു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ? അതിനൊരു സീക്രട്ട് ഉണ്ട്, വാ. ഞങ്ങൾ ഒരു ഇടം വൃത്തിയാക്കുകയല്ല, അതിന്റെ ആത്മാവിനെ ആദരിക്കുകയാണ്. ഓരോ വീടും ഒരു പൈതൃകമാണ്. ആ പൈതൃകത്തിന്റെ മാറ്റൊലി മായാതെ നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നിങ്ങളുടെ വീടിന്റെ ഓരോ കോണിലെയും ഓരോ ഓർമ്മയും ഞങ്ങൾക്ക് അമൂല്യമാണ്. ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വീട് കൂടുതൽ പ്രകാശത്തോടെ, പഴയ പ്രൗഢിയോടെ തിളങ്ങും. നിങ്ങളുടെ ഓർമ്മകളെയും സ്വപ്നങ്ങളെയും സംരക്ഷിക്കുന്ന വിശ്വസ്തമായ ശുചീകരണത്തിന് ഇന്ന് തന്നെ ഞങ്ങളെ വിളിക്കൂ. പ്രൗഢി ഒട്ടും ചോരാതെ തന്നെ. ഇനിയിപ്പോ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓഡിറ്റോറിയമോ? അതെന്തിനാ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നേ? അല്ലച്ചാ, വിവേക പറഞ്ഞത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാന്ന്. ഇത്രയും വലിയ വീട് എവർ റെഡി ഡീപ് ക്ലീനിംഗ് ഹോം.